തകർന്നു വീഴാറായ കെട്ടിടത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം. പാലക്കാട് പട്ടാമ്പി ആമയൂർ സൗത്ത് UP സ്കൂളാണ് ഫിറ്റ്നസ് റദ്ദാക്കിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. നിരവധി പരാതികൾ നൽകിയിട്ടും മാനേജ്മെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് രക്ഷകർത്താക്കളുടെ ആരോപണം. ചിതലരിച്ച മേൽക്കൂരകൾ, അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ചോർന്നൊലിച്ച് സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ, മേൽക്കൂരയില്ലാത്ത ശുചിമുറികൾ. പാലക്കാട് പട്ടാമ്പി ആമയൂർ സൗത്ത് UP സ്കൂളിന്റെ അവസ്ഥയാണിത്. സ്കൂളിലെ കെട്ടിടങ്ങളുടെ തകർച്ച തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. 158 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പലപ്പോഴും ഹാജർ നില 20-ൽ താഴെയാണ്. ഏത് സമയവും നിലംപൊത്താവുന്ന കെട്ടിടത്തിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ മടിക്കുന്നതാണ് ഹാജർ കുറയാൻ കാരണം. കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധന നടത്തി 2 കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടും ക്ലാസ് മുറികൾ മാറ്റാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇതുവരെയും നമ്മളെ ഒരു കാര്യങ്ങളും മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനിയും നമ്മൾ ഈ സമരമുറയായിട്ട് തന്നെ പോകാനാണ് തീരുമാനം. കുട്ടികളെ സംരക്ഷണം എന്തായാലും മാനേജ്മെന്റ് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് ഇനിയതായി അപേക്ഷിക്കാം. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനോട് കാണിച്ച അനാസ്ഥ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ മെയിൻ കെട്ടിടത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വിഷയത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെയും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുവരെയും പ്രതിഷേധം തുടരാനാണ് നീക്കം. ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിൽ എങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കും? ഇത് കണ്ട് സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ ഈ സ്കൂളിലെ പരിസര പ്രദേശത്തുള്ളവരും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അതിന് തയ്യാറല്ല. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിലായിരുന്നു രക്ഷിതാക്കൾ ഇപ്രാവശ്യവും കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചത്. എന്നാൽ സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും യാതൊരു മാറ്റവുമില്ല. കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ മാനേജ്മെന്റ് ഇതുവരെ ഞങ്ങളുടെ ഒരു ആവശ്യം നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സർക്കാർ ഇത് സ്കൂൾ ഏറ്റെടുക്കണം. ഈ സ്കൂളിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. പരിസരത്തുള്ള സ്കൂളുകളുമായിട്ട് ഗവൺമെൻറ് നൽകേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ഒരു എയ്ഡഡ് സ്കൂളിന് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ഓരോ ടീച്ചർമാരും ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മാനേജ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. 40 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടാണ് ടീച്ചേഴ്സിൻ്റെ ഇവർ എടുക്കുന്നത്. അതിൽ നിന്ന് 1% പോലും ഇവർ സ്കൂളിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിലെ വലിയൊരു കെട്ടിടം തകർന്നു വീണിരുന്നു. 5ഓളം ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് അന്ന് തകർന്നത്. അപകടമുണ്ടായത് രാത്രിയായതിനാൽ വലിയൊരു ദുരന്തമാണ് അന്ന് ഒഴിവായത്. സമാന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് പരാതി ഉയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.